നമസ്കാരം. ആസാദി വാർത്തയുടെ നൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ. SIR സമയപരിധി നീട്ടി. കരട് വോട്ടർ പട്ടിക ഡിസംബർ 16-ന്. മുനമ്പം സമരം അവസാനിപ്പിച്ചു. മന്ത്രിമാരെ പി രാജീവ്, കെ രാജൻ എന്നിവർ സമരപ്പന്തലിലെത്തി. റാഞ്ചിയിൽ ഇന്ത്യക്ക് 17 റൺസ് ജയം. ദക്ഷിണാഫ്രിക്ക പൊരുതി വീണു. കസ്റ്റഡിയിലെടുത്ത യുവതിയെ പീഡിപ്പിച്ച സംഭവം വടകര ഡിവൈഎസ്പി ഉമേഷിന് സസ്പെൻഷൻ. മരം മറിച്ചു വിറ്റ് പണം കവർന്നു. അന്തർ സംസ്ഥാന തട്ടിപ്പ് സംഘത്തിലെ പ്രധാന പ്രതി പിടിയിൽ. പീഡനക്കേസിലെ പരാതിക്കാരിക്കെതിരെ സൈബർ ആക്രമണവും അധിക്ഷേപവും. രാഹുൽ ഈശ്വർ അറസ്റ്റിൽ. ഉംറ വിസ വാഗ്ദാനം ചെയ്ത തട്ടിപ്പ് പ്രതി പിടിയിൽ. വിശദമായ വാർത്തകളിലേക്ക് പോകാം. SIR സമയപരിധി നീട്ടി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഡിസംബർ 16 വരെയാണ് സമയപരിധി നീട്ടിയത്. ഫോമുകൾ തിരികെ നൽകാൻ ഡിസംബർ 31 വരെയാണ് സമയമുള്ളത്. കരട് വോട്ടർ പട്ടിക അതിനുശേഷമാകും പ്രസിദ്ധീകരിക്കുക. SIR തിടുക്കത്തിൽ നടപ്പിലാക്കണമെന്ന തീരുമാനത്തിൽ ജോലിഭാരം താങ്ങാനാവാതെ നിരവധി BLOമാർ ജീവനൊടുക്കിയപ്പോഴും സമയം നീട്ടിയില്ല എന്ന നിലപാടിലായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഡിസംബർ 4-നാണ് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചത്. കേരളവും തമിഴ്നാടും അടക്കം 12 സംസ്ഥാനങ്ങളിലെ സമയപരിധിയാണ് നീട്ടിയത്. കരട് വോട്ടർ പട്ടികയിൽ പരാതികളുണ്ടെങ്കിൽ അത് പ്രസിദ്ധീകരിച്ച ഒരു മാസത്തിനകം അറിയിക്കണം. 2026 ജനുവരി 15 വരെയാണ് പരാതികളും ആക്ഷേപങ്ങളും സമർപ്പിക്കാൻ സമയമുള്ളത്. അന്തിമ പട്ടിക ഫെബ്രുവരി 14-നായിരിക്കും പുറത്തിറക്കുക. BLOമാരുടെ ജോലിഭാരം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഫോമുകൾ വിതരണം ചെയ്ത് തിരികെ വാങ്ങാനുള്ള ബുദ്ധിമുട്ട് എന്നിവ ഉൾപ്പെടെ നിരവധി പ്രശ്നങ്ങൾ SIR നടപ്പിലാക്കിയ ദിവസം മുതൽ ഉന്നയിച്ചിരുന്നു. തുടർന്നാണ് SIR ബുദ്ധിമുട്ടിൽ കണ്ണൂരിൽ BLO ജീവനൊടുക്കിയത്. കേരളത്തിൽ SIR തിടുക്കത്തിൽ നടപ്പിലാക്കരുത് എന്ന് ആവശ്യപ്പെട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉയർത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിലും പരാതികളുടെ പ്രവാഹമായിരുന്നു. BJP മാത്രമാണ് SIR തിടുക്കത്തിൽ നടപ്പിലാക്കുന്നതിനെ അനുകൂലിച്ചത്. ഇന്ത്യക്കെതിരായ ആദ്യ ഏകദിനത്തിൽ പൊരുതിത്തോറ്റ് ദക്ഷിണാഫ്രിക്ക. 17 റൺസിനാണ് ഇന്ത്യ ഫോർട്ടീസിനെ കീഴടക്കിയത്. ഇന്ത്യ ഉയർത്തിയ 350 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ദക്ഷിണാഫ്രിക്ക 332 റൺസാണ് ഓൾ ഔട്ടായി. ആദ്യഘട്ടത്തിൽ തകർച്ച നേരിട്ട ദക്ഷിണാഫ്രിക്കയ്ക്ക് മാത്യു ബ്രിഡ്കാസ്, മാർക്കോസ് ആൻസ്, ഡൊണാൾഡ് ലൂയിസ്, ടോണി സി കോൾഡ്, കോൾവിൻ ബ്ലോഷ് എന്നിവരുടെ ഇന്നിംഗ്സുകളാണ് രക്ഷയായത്. ഇന്ത്യക്ക് വേണ്ടി സെഞ്ചുറിയുമായി കോഹ്ലി തിളങ്ങിയപ്പോൾ ക്യാപ്റ്റൻ KL രാഹുലും രോഹിത് ശർമ്മയും അർദ്ധ സെഞ്ചുറി തികച്ചു. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരമാണിത്. അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ 83ാമത്തെ സെഞ്ചുറിയാണ് കോഹ്ലി റാഞ്ചിയിൽ സ്വന്തമാക്കിയത്. ഏകദിനത്തിലെ 52ാമത്തെ സെഞ്ചുറിയും. അതോടെ ഒരു ഫോർമാറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടുന്ന താരമെന്ന നേട്ടവും സച്ചിനെ മറികടന്ന് കോഹ്ലി സ്വന്തം പേരിലാക്കി. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയവരുടെ പട്ടികയിൽ 2ാമനാണ് താരം. 100 സെഞ്ചുറി നേടിയ സച്ചിൻ ടെണ്ടുൽക്കറാണ് പട്ടികയിൽ തലപ്പത്ത്. ടെസ്റ്റിൽ 30 സെഞ്ചുറി നേടിയ കോഹ്ലിക്ക് ഒരു T20 സെഞ്ചുറിയുമുണ്ട്. അന്തർ സംസ്ഥാന തട്ടിപ്പ് സംഘത്തിലെ പ്രധാന പ്രതി പിടിയിൽ. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ കാങ്കോലിലെ ഗണേശൻ TVയെ ആണ് ഇരിട്ടി പോലീസ് പിടികൂടിയത്. മംഗലാപുരത്തേക്കും വളപട്ടണത്തേക്കും പെരുമ്പാവൂരിലേക്കും മരം കയറ്റിക്കൊണ്ടുപോകുന്ന ലോറികളെ കേന്ദ്രീകരിച്ചാണ് തട്ടിപ്പ് നടത്തിയത്. കൂടുതൽ തുക വാഗ്ദാനം ചെയ്ത് വാഹനം അൺലോഡിംഗ് സ്റ്റേഷനിലെത്തിച്ച് പ്ലൈവുഡ് കമ്പനിയിൽ ഇറക്കി ആ പണം ലോറി ഉടമകളും മരത്തിന്റെ ഉടമകളും അറിയാതെ തട്ടിയെടുക്കുകയായിരുന്നു. ശേഷം കേരളത്തിലെയും കർണാടകയിലെയും കേസുമായി ബന്ധമില്ലാത്ത ആളുകളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് മരത്തിന്റെ പണം അയപ്പിച്ച് ബാങ്ക് അക്കൗണ്ട് ഉടമകൾക്ക് 5000 രൂപയോളം കമ്മീഷൻ കൊടുത്തു. ബാക്കി തുകകൾ ഇയാൾ കൈക്കലാക്കി. മുസ്തഫ, ജലീൽ, പട്ടാമ്പി വിഷ്ണു, സലീം തുടങ്ങിയ പല പേരുകളിലാണ് തട്ടിപ്പ് നടത്തിയത്. തട്ടിപ്പിനിരയായവർക്ക് 1.5 ലക്ഷം മുതൽ 10 ലക്ഷം വരെ തുക നഷ്ടമായിട്ടുണ്ട്. കേരളത്തിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലും കർണാടകയിലെ മംഗലാപുരത്ത് പോലീസ് സ്റ്റേഷനിലും പരാതികൾ നിലവിലുണ്ട്. എഴുത്തും വായനയും അറിയാത്ത കർണാടകയിലെയും കേരളത്തിലെയും ആളുകളുടെ ഐഡന്റി കാർഡ് ഉപയോഗിച്ച് അവരെ കൊണ്ട് തന്നെ സിം എടുപ്പിച്ച് ആ സിം ഉപയോഗിച്ച് പ്രതി തട്ടിപ്പിനായി ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കും. ഇയാൾ സ്ഥിരമായി തിരുവനന്തപുരം മുതൽ മംഗലാപുരം വരെയുള്ള സ്ഥലങ്ങളിൽ ട്രെയിനിൽ സഞ്ചരിക്കുകയും ഇരകളെ ഫോണിൽ വിളിച്ച് മാത്രം സംസാരിച്ചാണ് തട്ടിപ്പ് നടത്തിയത്. പരാതിക്കാർ ആരും തന്നെ പ്രതിയെ കണ്ടിട്ടില്ല. ഇരിട്ടി കോളിക്കടവ് സ്വദേശിയുടെ പരാതിയെ തുടർന്ന് ഇരിട്ടി ഡിവൈഎസ് ധനാജയ
ബാബുവിന്റെ നിർദ്ദേശപ്രകാരം കേസ് ചെയ്തിട്ടുണ്ട്. ഇരിട്ടി CI മെൽവിൻ ജോസഫിന്റെയും പ്രിൻസിപ്പൽ SI ഷറഫുദ്ദീന്റെയും നേതൃത്വത്തിലുള്ള സംഘം പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. കർണാടക, തമിഴ്നാട്, കേരളം തുടങ്ങിയ സ്ഥലങ്ങളിൽ സഞ്ചരിച്ച് 1 മാസത്തെ അന്വേഷണ ശേഷമാണ് പ്രതിയെ തിരിച്ചറിഞ്ഞ് അറസ്റ്റ് ചെയ്തത്. പ്രതിയുടെ പേരിൽ കൂടുതൽ പരാതികൾ വരാൻ സാധ്യതയുണ്ടെന്ന് ഇരിട്ടി SHO അറിയിച്ചു. ഇരിട്ടി അഡീഷണൽ SI പ്രവീൺ ASI, ജോഷി സെബാസ്റ്റ്യൻ, ഇരിട്ടി DYSP ധനജയബാബുവിന്റെ സ്പെഷ്യൽ സ്ക്വാഡ് അംഗങ്ങളായ ഷിജോയി MM, ജയദേവ് KJ, രതീഷ് കല്യാട് എന്നിവരും പ്രതിയെ അറസ്റ്റ് ചെയ്ത് സംഘത്തിലുണ്ടായിരുന്നു. മുനമ്പം ഭൂമി പ്രശ്നം ഉന്നയിച്ച് തീരജനത 414 ദിവസമായി നടത്തുന്ന സമരം അവസാനിപ്പിച്ചു. സർക്കാരിന്റെ പ്രയത്നങ്ങളുടെയും ഫലമായി ഹൈക്കോടതി നിർദ്ദേശപ്രകാരം മുനമ്പം ചന്തയ്ക്ക് കരമടക്കാൻ ഉത്തരവ് ലഭിച്ചതിലൂടെയാണ് സമരത്തിൽ നിന്നും പിൻവാങ്ങാൻ മുനമ്പം ഭൂസംരക്ഷണ സമിതി തീരുമാനിച്ചത്. മന്ത്രിമാരായ P രാജീവ്, K രാജൻ, KN ഉണ്ണികൃഷ്ണൻ MLA എന്നിവർ സമരപ്പന്തലിലെത്തി. 2024 സെപ്റ്റംബർ 27-നാണ് നിരാഹാരം ഉൾപ്പെടെയുള്ള പ്രത്യക്ഷ സമരങ്ങൾ ആരംഭിച്ചത്. വഖഫ് തർക്കത്തിന്റെ പേരിൽ മുനമ്പത്ത് നിന്നും ആരെയും കുടിയിറക്കില്ലെന്ന നിലപാടാണ് സർക്കാരിൻ്റെത്. ഈ കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ സമരസമിതിയെ അറിയിച്ചതിന് പിന്നാലെയാണ് റിട്ടയർഡ് ജസ്റ്റിസ് EN രാമചന്ദ്രൻ നായരെ ജുഡീഷ്യൽ കമ്മീഷനായി നിയമിച്ചത്. മുനമ്പം നിവാസികൾ താമസിക്കുന്ന ഭൂമിയിൽ അവർക്കുള്ള അവകാശങ്ങൾ കമ്മീഷൻ റിപ്പോർട്ടിലൂടെ ആവർത്തിച്ചുറപ്പിച്ചു. എന്നാൽ കമ്മീഷന്റെ അധികാരത ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ചോദ്യം ചെയ്തു. സർക്കാർ സമർപ്പിച്ച അപ്പീലിൽ മുനമ്പത്തേക്ക് വഖഫ് ഭൂമിയല്ലെന്ന സുപ്രധാന വിധി കഴിഞ്ഞ ഒക്ടോബർ 10-ന് ഡിവിഷൻ ബെഞ്ചിൽ നിന്നുണ്ടായി. ഹൈക്കോടതിയുടെ ഈ തീർപ്പ് തന്നെയാണ് മുനമ്പത്തെ ജനങ്ങൾക്ക് കരമടക്കണമെന്ന നവംബർ 26-ലെ ഇടക്കാല ഉത്തരവിലേക്കും നയിച്ചത്. 2022-ൽ വഖഫ് സംരക്ഷണ സമിതിയുടെ ഹർജിയിലൂടെ തടസ്സപ്പെട്ട റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചുള്ള വിധി അത്യാഹ്ലാദത്തോടെയാണ് തീരജനത വരവേറ്റത്. ഭൂസംരക്ഷണ സമിതി ആവശ്യങ്ങൾ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് അഡ്വക്കേറ്റ് ജനറൽ തന്നെ കോടതി മുമ്പാകെ ഹാജരായി. 2 വിധികളുടെയും വെളിച്ചത്തിൽ മുനമ്പം കമ്മീഷൻ റിപ്പോർട്ടിലൂടെ തുടർ നടപടികൾ വേഗത്തിലാക്കുമെന്ന മന്ത്രി P രാജീവിന്റെ ഉറപ്പും തീരജനതയ്ക്കുണ്ട്. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക പീഡന പരാതി നൽകിയ യുവതിയെ അപമാനിച്ചെന്ന കേസിൽ രാഹുൽ ഈശ്വർ അറസ്റ്റിലായി. സാമൂഹിക മാധ്യമങ്ങളിലൂടെയും മറ്റും പരാതിക്കാരുടെ വിവരങ്ങൾ വെളിപ്പെടുത്തുകയും അധിക്ഷേപങ്ങൾ നടത്തുകയും ചെയ്തുവെന്ന കേസിലാണ് നടപടി. കേസിൽ രാഹുൽ ഈശ്വർ 5-ാം പ്രതിയാണ്. ഞായറാഴ്ച വൈകിട്ട് രാഹുലിനെ സൈബർ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് രാഹുൽ ഈശ്വറിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയത്. സൈബർ അധിക്ഷേപത്തിന് ജാമ്യമില്ലാ വകുപ്പ് കൂടി ചേർത്താണ് രാഹുലിന്റെ അറസ്റ്റ്. തിങ്കളാഴ്ച രാവിലെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. സൈബർ ആക്രമണ കേസിൽ പത്തനംതിട്ട മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി രഞ്ജിത പുളിക്കൻ 1-ാം പ്രതിയാണ്. KPCC ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യരും രാഹുൽ ഈശ്വറും ഉൾപ്പെടെ 5 പ്രതികളാണുള്ളത്. ഉംറ യാത്രയ്ക്കുള്ള വിസയും വിമാന ടിക്കറ്റും വാഗ്ദാനം ചെയ്ത് നിരവധി പേരിൽ നിന്നും പണം തട്ടിയ കേസിൽ തലശ്ശേരി സ്വദേശി മുഹമ്മദ് റിഫാനെ അറസ്റ്റ് ചെയ്തു. പാലക്കാട് സ്വദേശിനി ജുബേരിയെയും പ്രതി ചേർത്തിട്ടുണ്ട്. മട്ടാഞ്ചേരി പാണ്ടിക്കുടി ഭാഗത്ത് താമസിക്കുന്ന VK അബ്ദുൽ കരീം, ഭാര്യ ഷീജ അബ്ദുൽ കരീം എന്നിവരുടെ പരാതിയിലാണ് അറസ്റ്റ്. ജനുവരി 6-ന് വിമാന ടിക്കറ്റിന് ദമ്പതികൾക്ക് നിന്നും 90,400 രൂപ കൊടുത്തു. പിറ്റേ ദിവസം തന്നെ സൗദിയിലേക്കും തിരിച്ചുമുള്ള യാത്രാ ടിക്കറ്റ് റിഫാൻ അയച്ചു നൽകി. യാത്രയ്ക്ക് 1 മണിക്കൂർ മുമ്പാണ് ടിക്കറ്റ് വ്യാജമെന്ന വിവരം ദമ്പതികൾ അറിയുന്നത്. പിന്നീട് പുതിയ ടിക്കറ്റും വിസയും എടുത്താണ് ഇവർ യാത്ര തിരിച്ചത്. ഇവരുടെ സംഘത്തിലെ 22 പേരാണ് വഞ്ചിക്കപ്പെട്ടത്. കസ്റ്റഡിയിലെടുത്ത യുവതിയെ പീഡിപ്പിച്ച സംഭവത്തിൽ ആരോപണ വിധേയനായ വടകര DYSP ഉമേഷിന് സസ്പെൻഷൻ. വടക്കാഞ്ചേരി CI ആയിരുന്ന അപ്പോഴുള്ള സംഭവത്തിന്മേലാണ് നടപടി. പോലീസ് പദവി ഉപയോഗിച്ച് ഗുരുതരമായ കുറ്റകൃത്യം ഉമേഷ് നടത്തിയെന്നാണ് സസ്പെൻഷൻ ഉത്തരവിലുള്ളത്. നിയമവിരുദ്ധവും അധാർമികവുമായ നടപടികൾ ഉമേഷ് നടത്തിയെന്നും ആഭ്യന്തര വകുപ്പിൻ്റെ റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. നാദാപുരം കൺട്രോൾ റൂം DYSPക്കാണ് വടകര DYSPയുടെ പകരം ചുമതല. K പ്രഭാകരനെ അനുസ്മരിച്ചു. കൂടാളിയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച പഞ്ചായത്തിലാകെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം വിവരപ്പെടുത്തുന്നതിൽ ജീവിതകാലം മുഴുവൻ പ്രവർത്തിച്ച K പ്രഭാകരനെ അനുസ്മരിച്ചു. കൂടാളിയിൽ CPM നേതൃത്വത്തിൽ നടന്ന അനുസ്മരണ പരിപാടി ഏരിയ കമ്മിറ്റി അംഗം E സജീവൻ ഉദ്ഘാടനം ചെയ്തു. P പത്മനാഭൻ അധ്യക്ഷനായി.
കെ മോഹൻ മാസ്റ്റർ, കെ മോഹനൻ, എൻ രാജൻ, പി കെ ബൈജു എന്നിവർ സംസാരിച്ചു. ലോക്കൽ സെക്രട്ടറി പി പി നൌഫൽ സ്വാഗതം പറഞ്ഞു. കെ പ്രഭാകരൻ വിട്ടുപിരിഞ്ഞിട്ട് ഇന്നേക്ക് 6 വർഷം തികയുകയാണ്. CPM അവിഭക്ത ലോക്കൽ കമ്മിറ്റി അംഗം, കൂടാളി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എന്നീ നിലകളിൽ ദീർഘകാലം പ്രവർത്തിച്ചു. കൂടാളി പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, കൂടാളി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ്, കൂടാളി പൊതുജനവാത്സല സ്തവ അംഗം, കൂടാളി ഹൈസ്കൂൾ PTA പ്രസിഡന്റ്, ക്ഷീരവ്യവസായ സംഘം പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. കൂടാളി വ്യൂവേഴ്സ് സൊസൈറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു. കൂടാളി സഹകരണ സംഘം ക്യാൻറ്റീൻ സ്ഥാപിക്കുന്നതിലും മുൻകൈയെടുത്തു. ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് എൻ്റെ ഉന്നത പുരസ്കാരം സിൽവർ സ്റ്റാർ M വസന്തേച്ചർ ഉത്തർപ്രദേശ് ഗവർണർ ആനന്ദിബെൻ പട്ടേലിൻ്റെ കയ്യിൽ നിന്നും ഏറ്റുവാങ്ങി. ലോങ് സർവീസ് മെഡൽ, മെഡൽ ഓഫ് മെറിറ്റ്, ബാർ മെഡൽ ഓഫ് മെറിറ്റ്, വേൾഡ് അസോസിയേഷൻ്റെ ഏഷ്യ പസഫിക് അച്ചീവ്മെൻറ്റ് അവാർഡ്, യൂണിറ്റി ലീഡർ കമ്മീഷണർ എന്നീ നിലകളിൽ നേടിയിട്ടുണ്ട്. സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് കൂടിയാണ്. സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് കേരള സ്റ്റേറ്റ് മുൻ ട്രെയിനിങ് കമ്മീഷൻ ആയിരുന്നു. കൂടാളി ഓഫീസ് സ്കൂൾ അധ്യാപികയായിരുന്ന വസന്ത നിലവിൽ കൂടാളി പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൂടിയാണ്.